നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഭാവ സീരീസിൽ രണ്ടാം ഭാവത്തെക്കുറിച്ചായിരുന്നല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ടാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ രണ്ടാം ഭാവം എന്തൊക്കെ വിഷയമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി, ഇപ്പോൾ കണ്ണ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പൊതുവെ ആരും ചർച്ച ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുള്ള നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്തു. ഇപ്പോൾ രണ്ടാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വന്നപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ള പരിവർത്തന യോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. വീണ്ടും നമ്മൾ ആ ഭാവ സീരീസിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോവുകയാണ്. രണ്ടാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതാണ്. നമ്മൾ ലഗ്നത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്താ ഫലം എന്നുള്ളത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്തൊക്കെ ഫലമായിരിക്കും എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിൽക്കുന്ന ഗ്രഹം ജാതകന് ഗുണമുള്ളതാണോ നോക്കണം, ബലവാനാണോ നോക്കണം, ആ ഭാവത്തിനും ഭാവാധിപനും ശത്രുവാണോ നോക്കണം. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നോക്കേണ്ടതുണ്ട്. എന്നാലും പൊതുഫലമാണ്, അല്ലെങ്കിൽ ഒരു ജനറൽ ഓവർവ്യൂ ആണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് ഹൗസ്, രണ്ടാം ഭാവം, ഭർത്തവ്യമഖിലം വിത്തം വാണി തുടങ്ങുന്ന ശ്ലോകം പ്രശ്നമാർഗം 14-ാം അധ്യായത്തിലും ഉണ്ട്. അതുപോലെ തന്നെ ജാതകത്തിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ ജാതകമാണെങ്കിലും അതുപോലുള്ള മിക്ക ഗ്രന്ഥങ്ങളും രണ്ടാം ഭാവത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. രണ്ടാം ഭാവം എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്, എന്തൊക്കെ വിഷയവുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊന്ന് കണ്ടു നോക്കുകയും കൂടെ ചെയ്യുക. പൊതുവേ രണ്ടാം ഭാവം എന്ന് പറയുന്ന വിദ്യ, വെൽത്ത്, പൊസഷൻസ്, അവനവനുണ്ടാക്കുന്ന ഫാമിലി, അതുപോലെ തന്നെ അവനവൻ്റെ വാല്യൂസ്, ഇതൊക്കെയാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. പൊതുവെ നിധി ഒക്കെയാണ് നമ്മുടെ അസറ്റ്സ്, ഇതൊക്കെയാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. രണ്ടാം ഭാവത്തിൽ സൺ നിന്നാൽ, സൂര്യൻ നിന്നാൽ പോസിറ്റീവായിട്ടുള്ള ഫലം നോക്കാം. സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽഫ് വർത്തും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ സർക്കാരുമായിട്ടൊക്കെ ചേർന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുമൊക്കെയാണ് പ്രധാനമായിട്ടും പോസിറ്റീവായിട്ട് കണ്ടുള്ളത്. പിന്നെ അവനവൻ്റെ സമ്പത്തിലും അവനവൻ്റെ നേട്ടങ്ങളിലും ഒക്കെ ഒരു പ്രൈഡ് ഉണ്ടാവും എന്നുള്ളതാണ്. കൂടുതലും രണ്ടാം ഭാവത്തിൽ രവി നിൽക്കുമ്പം അത്ര ബലമില്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അരഗൻസ് ഉണ്ടാവും, വാക്കുകൾ വളരെ രൂക്ഷമായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഈഗോട്ടിസം ഉണ്ടാവും, അതുപോലെ തന്നെ കാര്യങ്ങളെ ഷെയർ ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. സർക്കാർ മൂലം ധനനഷ്ടം, സർക്കാരിൽ നിന്നുമുള്ള ധനനഷ്ടങ്ങൾ ഉണ്ടാവും. കടുംപിടുത്ത സ്വഭാവം, മുൻകോപം, ഇതൊക്കെയാണ് രണ്ടാം ഭാവത്തിൽ രവി നിന്നാൽ ഉള്ള ഫലം. ഇനി നമുക്ക് രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ അസറ്റ്സും സമ്പത്തുക്കളും ഒക്കെ കാരണം ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടാവും. ചന്ദ്രൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ബലപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ഭാവത്തിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ട് ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയും, ഏത് ഭാവത്തിലാണോ ചന്ദ്രൻ നിൽക്കുന്നത്, ബലമില്ലാതാണോ നിൽക്കുന്നത്, ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഇൻസെക്യൂരിറ്റിയുമാണ് ഫലം. അപ്പോൾ ഇവിടെ രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പം വിദ്യ കൊണ്ടും, ബലവാനാണെങ്കിൽ വിദ്യ കൊണ്ടും അതുപോലെ തന്നെ നമുക്കുള്ള അസറ്റ്സുകൾ കൊണ്ടും ഒക്കെ നമുക്കൊരു ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടാവും. ഒരു നർച്ചറിങ് നേച്ചർ ആയിരിക്കും, ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ധനം ധാരാളമായിട്ട് ചിലവാക്കും. ഫുഡൊക്കെ മേടിക്കാനും ജലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഫുഡ് ഐറ്റംസും അതിനൊക്കെ വേണ്ടി ധനം ചിലവാക്കുകയും, ഫാമിങ് പോലുള്ള കാര്യത്തിനൊക്കെ ധനം ചിലവാക്കുകയും, അത് ഉണ്ടാക്കി കൊടുക്കുകയും ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ വലിയ ഇഷ്ടമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കും. സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറിയൊക്കെ വരും. അതേപോലെ നല്ല സന്തോഷങ്ങളും റിലേഷൻഷിപ്പ് വഴിയൊക്കെ രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പം അത് ബലപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് വാക്കുകളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. മനസ്സിന് സന്തോഷം തരുന്നത്, മോശമായാൽ മനസ്സിന് വിഷമം വരുന്നത്. അപ്പം
മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് വാക്കുകളൊക്കെ കേൾക്കാനും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സൗഹൃദങ്ങളൊക്കെ നമുക്കുണ്ടാവുകയും നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യും. അതുപോലെ 2ാം ഭാവത്തിൽ ചന്ദ്രൻ നെഗറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഈ പറഞ്ഞതിൻ്റെയൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് വരും. അതുപോലെ തന്നെ ഓവർ തിങ്കിങ്, ഫിനാൻസ്, കുടുംബം, വിദ്യാഭ്യാസം ഇതുമൊക്കെ റിലേറ്റഡ് ആയിട്ട് അതാത് പ്രായങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓവർ തിങ്കിങ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്കാമിലൊക്കെ പോയി അകപ്പെട്ട് ധനം പോകാനൊക്കെ കാരണമാകും. ഇപ്പം നമ്മൾ ഫോണിലൊന്ന് കോൾ ചെയ്യുമ്പോൾ തന്നെ കേട്ടിട്ടില്ലേ, ഗവൺമെൻറ്റിൻ്റെ ഒരു അലേർട്ടുണ്ട്, നിങ്ങളെ ഇന്നടത്തുനിന്ന് വിളിക്കുകയാണെന്ന് പറയും, നിങ്ങളുടെ ഒരു OTP വരും, അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ വലിയ വലിയ സ്കാമുകളിലൊക്കെ പോയിട്ട്, ഫിനാൻഷ്യൽ സ്കാമുകളിലൊക്കെ പോയി അകപ്പെട്ടു പോകാനും ധനവുമായിട്ട് ബന്ധപ്പെട്ടും 2ാം ഭാവമായിട്ട് ചിന്തിക്കുന്ന വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹാക്ക് ചെയ്യപ്പെടാനും ഒക്കെയുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം ചന്ദ്രൻ എന്ന് പറയുന്ന ഓവർ തിങ്കിങ്ങിൻ്റെയും ടെൻഷൻ്റെയും പ്ലാനറ്റാണ്, ടെൻഷൻ പ്ലാനറ്റാണ്. അപ്പോൾ അവിടെ ബലപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഏരിയയായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻസെക്യൂരിറ്റിയും ഒരു ബലക്ഷയവും ഉണ്ടാവും. ഇനി അടുത്തത് ആദിത്യൻ കഴിഞ്ഞ് സോമൻ കഴിഞ്ഞു. നമ്പർ 3 അങ്കാരകൻ മാഴ്സ് നിന്നാൽ എന്തായിരിക്കും ഫലം? 2ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ. 2ൽ ചൊവ്വ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന പോസിറ്റീവ് ഗുണങ്ങൾ എന്ന് പറയുന്നത് ഷാർപ്പായിട്ട് സംസാരിക്കും, ആവശ്യമുള്ളത് കൃത്യമായിട്ട് ആ കമാൻഡിങ് പവർ ഉണ്ടാവും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഗോള് ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും, വളരെ അംബീഷ്യസ് ആയിരിക്കും എന്നൊക്കെയാണ് പൊതുവേ 2ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ. പക്ഷേ നെഗറ്റീവ് ഫലങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചീത്ത ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ചീത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ അധാർമികപരമായിട്ടുള്ള ആൾക്കാരുമായിട്ട്, നമ്മുടെ ഇന്നത്തെ നെക്കോട്ടിക്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇത് വരുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് നമുക്കത്ര നല്ലതല്ലല്ലോ. ഒരു സ്വാഭാവിക കേസും വഴക്കും ഒക്കെ ആയിട്ട് ജീവിക്കാൻ ആർക്കാണ് ഇഷ്ടം? അപ്പം അതിഷ്ടപ്പെടുന്നവരുണ്ട്, അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. അവരുടെ കാര്യമല്ല, നമ്മൾ വളരെ സാധാരണക്കാരുടെ കാര്യം പറയുന്നത്. സമാധാനമായിട്ടും ആർക്കും ഉപദ്രവമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യം. അപ്പം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാന്യമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് വഴക്കാളിയാവുക, അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് പോവുക, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വളരെ രൂക്ഷമായിട്ട് സംസാരിക്കുക, മോശം വേഡ്സ്, നമ്മുടെ നാട്ടിൽ പറയുന്നത് തെറി തന്നെ പറയുക, ഇങ്ങനെയൊക്കെയുള്ള മോശം കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചൊവ്വ 2ൽ നിന്നാൽ വരും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാനുള്ളൊരു പൊട്ടൻഷ്യൽ, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക്, നെഗറ്റീവ് വെഞ്ചറിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെടുത്തി കളയുക, വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുക, വളരെ റൂഡായിട്ട് സംസാരിക്കുക, ഇതൊക്കെയാണ് ചൊവ്വ നിന്നാലുള്ള പ്രശ്നം. ചൊവ്വ ഇവിടെ നിന്നാൽ 2ാം ഭാവത്തിൽ നിന്നാലുള്ള വിഷയം. അപ്പോൾ പൊതുവേ എല്ലാവരുമായിട്ടും വഴക്കടിക്കാനും തർക്കിക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ മാറി നിൽക്കുക. ഇങ്ങനെ 2ൽ ചൊവ്വയുള്ളവർക്ക് ഈ ഒരു സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അവരോട് തർക്കിക്കാനും വഴക്കിനും ഒന്നും പോകണ്ട, മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തതാരാ? ആദിത്യൻ കഴിഞ്ഞു, സോമൻ കഴിഞ്ഞു, അങ്കാരൻ കഴിഞ്ഞു. ഇനി ആരാ? ബുധനാണ്. ബുധൻ 2ൽ നന്നായി നിന്നാൽ എന്താ ഫലം എന്നുള്ളത് നോക്കാം. മെർക്കുറി പോസിറ്റീവായിട്ട് 2nd ഹൗസിൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും. ഒരു സംശയമില്ല അതിനകത്ത്. ഒരുപാട് ജാതകം എനിക്ക് അറിയാം, നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും കാണും, നോക്കിക്കോളൂ. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും. നന്നായിട്ട് കാൽക്കുലേറ്റീവായിട്ടായിരിക്കും പണം കൈകാര്യം ചെയ്യുന്നത്. ഫിനാൻസിലെ കാൽക്കുലേഷൻസ് വിജയിക്കും. പ്രത്യേകിച്ച് 2ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നവർക്ക് CA എളുപ്പമാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട CA അവർ വളരെ പ്രശസ്തരായിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഈ 2ാം ഭാവത്തിൽ ബുധൻ നല്ല സ്ട്രോങ്ങാണ്, ഭയങ്കര ഇങ്ങനെ കുത്തിയിരുന്ന് ഇതിൻ്റെ ഓരോ കണക്കുകളും നോക്കാനുള്ള ഇവരുടെ ഒരു കഴിവ് വളരെ വലുതാണ്. ഷാർപ്പ് മൈൻഡ് ഫോർ ബിസിനസ്സിനുള്ള ഇത് വൈശ്യഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്സിനുള്ളൊരു ഷാർപ്പ് മൈൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ മതം, തത്വജ്ഞാനം, പുരാണ അറിവുകൾ, അതുപോലെ ഇന്നത്തെ കാലത്തെ മോട്ടിവേഷൻ സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള അറിവ്, സെൽഫ് ഹെൽപ്പ് ബുക്കുകളെ കുറിച്ചുള്ള അറിവ്, ആൽക്കമിസ്റ്റ് പോലുള്ള ബുക്കുകൾ, ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി പോലുള്ള ബുക്കുകളുടെയൊക്കെ അതിൻ്റെ ഒരു കോണ്ടൻറ്റ് അതൊക്കെ എടുത്തു വെച്ചിട്ട് അതിനനുസരിച്ചൊക്കെ ശ്രമിക്കാനും അതൊക്കെ പഠിക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യം ഇവർക്കുണ്ടാവും. ആ തത്വജ്ഞാനമൊക്കെ ഇവർ
മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പണം സമ്പാദിക്കാനും ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യാനും ദീനദയാൽ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ധനം കൊടുക്കാനും ഒക്കെയുള്ള കഴിവുകൾ, ആഗ്രഹങ്ങളും ഉണ്ടാവും. നല്ലപോലെ ബുധൻ ബലപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സഹായിക്കാൻ, അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ സഹായിക്കാനും, പ്രത്യേകിച്ച് ഈ മതസ്ഥാപനങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പൈസ കൊടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. മനസ്സറിഞ്ഞ് കൊടുക്കുകയും ചെയ്യും. പല ഏരിയകളിലും ഇവർ ഭയങ്കര കണ്ണിങ് ആയിരിക്കും. പക്ഷെ മറ്റ് ചില ഏരിയകളിൽ ഇവർ ധാരാളമായിട്ട് ധനം കൊടുക്കുകയും അതിൻ്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ചെയ്യും. നന്നായിട്ട് സംസാരിക്കും, നല്ല കോമഡിയൊക്കെ പറയും, നല്ല തമാശയൊക്കെ പറയും, നല്ല സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയകളിലൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല കഴിവായിരിക്കും. അവർ വിശ്വസിച്ച് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം. ബുധൻ 2 നെഗറ്റീവായാൽ എന്തായിരിക്കും ഫലം? കൺസ്യൂമേറ്റ് ലയർ, നന്നായിട്ട് കള്ളം പറയും, പറ്റിക്കും, ചതിക്കും, സ്നേഹക്കുറവായിരിക്കും, പ്രകടനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവരുടെ. വല്ലാണ്ട് ഒരുങ്ങി എന്തോന്ന് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഡ്രസ്സാണെങ്കിൽ എല്ലാവരും ഒരു ചേർച്ചക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. എവിടെയോ ഒരു കണ്ണിങ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്ത 2-ാം ഭാവത്തിൽ ആദിത്യൻ കഴിഞ്ഞു, സോമൻ കഴിഞ്ഞു, അംഗാരകൻ കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു. ഇനി അടുത്ത ബൃഹസ്പതിയാണ്. ഫിലോസഫിക്കൽ അപ്രോച്ച് ടു വെൽത്ത്, അതാണ് 1-ാമത്തേത്. 2-ാം ഭാവത്തിലെ വ്യാഴം. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2-ാം ഭാവത്തിലെ വ്യാഴം സമ്പത്തിന് മുട്ടുണ്ടാക്കില്ല. എന്ത് വന്നാലും അവസാന നിമിഷം ധനം കൊണ്ട് നടക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും മുട്ടുണ്ടാവില്ല. ധനം വരും. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമായിരിക്കും, പക്ഷെ ധനം വരും. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് കവി, എഴുത്തുകാരൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ വിസ്ഡം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വഴിധനം അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ പഠിക്കാനും അതുവഴി അതിൻ്റെയൊക്കെ അറിവ് സമ്പാദിക്കാനുമുള്ള യോഗം. നാമം ജപിക്കാനുള്ള കഴിവ്, കൃത്യമായിട്ട് നാമം ജപിക്കുക, ഈശ്വരകാര്യങ്ങൾ ചെയ്യുക, അതിനൊക്കെയുള്ളൊരു കഴിവ്. ഗുഡ് ഫോർച്യൂൺ, ജനറോസിറ്റി, അതുപോലെ തന്നെ വിസ്ഡം റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, തന്ത്രശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ഇത് ചെല്ലാൻ പഠിക്കാനും, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ നന്നായി ജപിക്കാൻ, അതൊക്കെ ചെയ്യാനും, മന്ത്രം ജപിക്കാനും അതിൻ്റെ അറിവുകൾ സമ്പാദിക്കാനുമുള്ള ഭാഗ്യവും കഴിവും ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി മോശം കാര്യങ്ങൾ പറയാം. മോശം കാര്യങ്ങളെന്ന് പറയുന്നത് 2-ാം ഭാവത്തിൽ ബലഹീനനായിട്ടുള്ള വ്യാഴം 2-ൽ നിന്നാൽ എക്സസീവായിട്ടുള്ള ഒപ്റ്റിമിസം കാരണം വൻ സാമ്പത്തിക പരാജയത്തിലേക്ക് പോകാനുള്ള യോഗം 1. 2, ഞാൻ 2-ൽ വ്യാഴം നിൽക്കുന്നൊരു ഫലത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. 2-ാം ഭാവത്തിൽ സ്ത്രീജാതകത്തിൽ വ്യാഴം നിൽക്കുന്നത് ദാമ്പത്തിക ദുരിത യോഗമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം അത് വിഷ്ണുപ്രീതി വരുത്തുക തന്നെ വേണം അതിന്. 2-ാം ഭാവത്തിൽ സ്ത്രീജാതകത്തിൽ വ്യാഴം നിൽക്കുന്നത് പ്രത്യേകിച്ച് ചില രാശികൾക്കത് വളരെ എവിഡൻ്റായിട്ടത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പം ബലം പോയാൽ സന്താനങ്ങൾ നിമിത്തം ധനനഷ്ടം, ഭാഗ്യഹീനത്വം കാരണം ധനനഷ്ടം, നമ്മുടെ വാക്ക് പറഞ്ഞിട്ട് അത് കൊടുത്ത് പിന്നെ ആ ധനം കിട്ടാതെ പോവുക, അതുപോലെ തന്നെ നല്ല സംസാരവും കാര്യങ്ങളും ഈശ്വരകാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടിട്ട് അതിലേക്ക് ഫണ്ട് കൊണ്ടുവന്നിട്ട് അത് തിരിച്ച് കിട്ടാതെ പോവുക, പ്രതീക്ഷയോടെ ചെയ്യുമ്പോൾ വ്യാഴം ഒരിക്കലും പ്രതീക്ഷയോടായിരിക്കത്തില്ല ചെയ്യുന്നത്. അപ്പം ഇതങ്ങ് ഇറങ്ങിപ്പൊക്കോണ്ടേയിരിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ തളർച്ച, ഭാഗ്യ തടസ്സം, വിവാഹ ജീവിതത്തിലെ ഭാഗ്യനാശം, ഇതൊക്കെ വ്യാഴം ബലക്ഷയമായിട്ട് 2-ാം ഭാവത്തിൽ നിന്നാലുണ്ടാവും. ഒറ്റപ്പെടലുണ്ടാവും. 2-ൽ വ്യാഴം ബലപ്പെട്ടാലോ സമ്പത്ത് ധാരാളം ഉണ്ടാവും, അസറ്റ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ധാരാളം ആൾക്കാർക്ക് കൊടുക്കും, എല്ലാം ചെയ്യും. 2-ാം ഭാവത്തിൽ ബലത്തോടുകൂടി വ്യാഴം നിന്നാൽ ആൾക്കാരെ സഹായിക്കും, എല്ലാം ചെയ്യും. ഒരു കാര്യങ്ങളും തിരിച്ച് പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷേ 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും അത് നെഗറ്റീവ് ആവുകയും ചെയ്താൽ അതിന് ബലക്ഷയമോ പാപബന്ധമോ പാപഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇവർ ഉന്നിക്കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഓർക്കുക. ഇത് ഒരു പഠന വിഷയമാണ്, പഠിക്കാൻ ഞാൻ വിട്ടുതരുന്നു. അടുത്തത് വീനസ് ആണ്. വീനസ്
സെക്കൻഡ് ഹൗസിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. വീനസ് 2-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കലാപരമായിട്ടുള്ള നൈപുണ്യം, കലാവാസനകൾ, അതിനെക്കുറിച്ച് പഠിക്കാൻ, വിദ്യയല്ലേ 2-ാം ഭാവം. അപ്പോൾ വീനസ് 2-ൽ നിൽക്കുമ്പം നന്നായിട്ട് സംസാരിക്കാനും, അതായത് നല്ല റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാനും, നന്നായിട്ട് പാടാനും ഒക്കെ. ഇപ്പം നാവ് ഭാവം 2ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ 3-ാം ഭാവമാണ്. എന്നാലും പാടാനുള്ള കഴിവ്, അതിലുള്ള വിദ്യ എന്തുവാ 2-ാം ഭാവമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ലവ് ഓഫ് ലക്ഷറിയോടുള്ളൊരു സ്നേഹം, ധനം അതിനു വേണ്ടി മുടക്കാം, ഒരുങ്ങാൻ, പെർഫ്യൂംസ്, ഡ്രസ്സിങ്, അതേപോലെ ഫാഷൻ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് പണം ധാരാളമായിട്ട് മുടക്കാനുള്ള ഒരു ടെൻഡൻസി, അതൊരു കോൺഫിഡൻസിൻ്റെയും അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു രീതികളിൽ ഒരു സെലിബ്രിറ്റി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി രീതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ കുറച്ചൊരു വശ്യ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പത്തൊക്കെ ധാരാളമായിട്ട് മുടക്കും. മുമ്പേ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിക് ടാലൻറ്റ്, സ്ട്രോങ് സെൻസ് ഓഫ് എസ്തെറ്റിക്സ്, ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ടാവും. അതേപോലെ പ്രണയകാര്യങ്ങളെക്കുറിച്ചും അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ വായിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ എഴുതാനും ഒക്കെയുള്ള താല്പര്യം. അത്യാവശ്യം സമ്പത്തുള്ള കുടുംബത്തിൽ ജനിക്കാം, അല്ലെങ്കിൽ സമ്പത്ത് ധാരാളം ആൾക്കാരിൽ നിന്നും വന്നു ചേരും. നല്ല ആരോഗ്യവും നല്ല ധനവും, അതുപോലെ നന്നായി സംസാരിക്കാനുള്ള കഴിവും, അതേപോലെ വീടൊക്കെ ഇങ്ങനെ കുറച്ചൊരു ലക്ഷറി ആക്കി ഒരുക്കിയിട്ടിട്ട് മറ്റുള്ളവരെ വിളിക്കാനും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തന്നെക്കാളും കുറച്ച് താഴ്ന്നവരായിരിക്കും വിളിക്കാൻ നോക്കുന്നത്. വിളിച്ചിട്ട് അവരുടെ മുന്നിൽ വളരെ ലളിതമായിട്ട് പെരുമാറാനും ഒക്കെ ഇഷ്ടമായിരിക്കും ഇവർക്ക്. അപ്പം നമുക്ക് അവരോട് തോന്നും, അയ്യോ എന്ത് പാവങ്ങളാണ് വരുന്നത്. വാസ്തവത്തിൽ അത്ര പാവങ്ങളൊന്നുമല്ല, എന്നാൽ പോലും അങ്ങനെ വളരെ ഡീസൻ്റായിട്ട്, കുറച്ച് ആർട്ടിസ്റ്റിക്കായിട്ട്, വളരെ സിമ്പിളായിട്ട് പെരുമാറാൻ പറ്റും. പക്ഷേ എന്നാൽ അവർ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ നിങ്ങൾ ഒബ്സർവ് ചെയ്യണേ. അപ്പോൾ അവർക്ക് 2-ാം ഭാവത്തിൽ ശുക്രൻ ഉണ്ടാവും. നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഓവർ സ്പെൻഡിങ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓവറായിട്ടുള്ള സ്പെൻഡിങ്, അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ ആകുക, അല്ലെങ്കിൽ സൂപ്പർഫിഷ്യാലിറ്റി എന്നൊക്കെ പറയാം. നാവ് കൊണ്ട് അല്ലെങ്കിൽ പ്രണയം, സംസാരം കൊണ്ടൊക്കെ പ്രണയിക്കുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള ശുക്രനാണ്. അതുപോലെ ശുക്രൻ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കട്ടിയായിട്ടുള്ള സ്വർണം, വ്യാഴവും ആഭരണങ്ങളും ചില്ലറ പൈസയൊക്കെ ശുക്രനുമാണ്. ഒരുപാടുണ്ടെന്ന് തോന്നും, അബണ്ടൻസ്, അതായത് അത് വ്യാഴമാണ്. പക്ഷെ ഇത് ഒരുപാടുണ്ടെന്ന് തോന്നലേ ഉള്ളൂ, അധികമില്ല. അത് ഓർത്ത് വെച്ചോളൂ. അപ്പം 2-ാം ഭാവം എന്ന് പറയുന്നത് സേവിങ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശുക്രൻ 2-ൽ നിൽക്കുന്നവർക്ക് കാണിക്കാൻ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ധനം മുടക്കും. അത് ചെയ്യാതിരിക്കാൻ നോക്കണം. പൊതുവേ ശുക്രൻ ബലപ്പെട്ടാൽ അസാമാന്യമായൊരു കുടുംബത്തിൽ, കാരണം 2-ാം ഭാവം കുടുംബമാണ്, നല്ല കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പണം ധാരാളം വരും, വാഹനങ്ങളുണ്ടാവും, എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും, നല്ല ശരീരമായിരിക്കും, നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ 2-ലെ ശുക്രൻ തരും. പക്ഷേ 2-ലെ ശുക്രൻ നെഗറ്റീവ് ആവും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് പ്രകടനത്തിലേക്ക് അത് വരുമ്പം അത് പരാജയത്തിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ശനിയുടെ നോക്കാം. ശനി 2nd ഹൗസിൽ. ആദിത്യൻ കഴിഞ്ഞു, സോമൻ കഴിഞ്ഞു, അങ്കാരൻ കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു, ബൃഹസ്പതി കഴിഞ്ഞു, ശുക്രൻ കഴിഞ്ഞു. ഇനി അടുത്ത് ശനി 2-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം? ആദ്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, മൂലത്രികോണം, സ്വന്തം നക്ഷത്രം എന്നിവിടങ്ങളിൽ നിൽക്കുന്ന ശനി ലോങ് ടൈമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നോക്കും. കുറേ കഷ്ടപ്പെട്ട ശേഷം ധാരാളം സമ്പത്ത് തരും, ഒരിക്കലും തിരിച്ചെടുക്കാത്ത സമ്പത്ത്. എപ്പോഴും ഒരു ചൊല്ല് തന്നെ ഉണ്ട് ജ്യോതിഷന്മാരുടെ ഇടയിൽ, ശുക്രൻ തരുന്നത് എപ്പോൾ വേണേലും പോവാം, ഡൈനാമിക്കാണത്, അത് പോവും. പക്ഷെ ശനി തരുന്നത് പോത്തില്ല. കാരണം ശനി തരുന്ന അതുപോലെ അങ്ങായിരിക്കും, ഇഷ്ടംപോലെ കാണും. കൽക്കരി കനി, മാർബിൾ കനിയുടെയൊക്കെ മുതലാളിമാരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു ചെറിയ കൂറ തുണിയായിരിക്കും കൊടുത്തോണ്ടായിരിക്കും അവർ വരുന്നത്. പണ്ട് ഞാൻ കർണാടകയിൽ ഉണ്ടായിരുന്ന സമയത്ത് ബെല്ലാരി ഭാഗത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ കണ്ടിട്ടുണ്ട്. കോടാനുകോടീശ്വരന്മാരായിരിക്കും, പക്ഷെ വളരെ ലളിതമായിട്ട്
വളരെ നമുക്ക് തോന്നത്തില്ല. ശനിയുടെ കാരകത്വത്തിലുള്ളൊരു ഫീച്ചേഴ്സ് ആയിരിക്കും അവർക്ക്. മിക്കവാറും അവരുടെ ജാതകമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മിക്കവാറും അവർക്ക് 2 ശനി ആയിരിക്കും എന്ന് തോന്നുന്നു. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കഴിവ്, സെൽഫായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ജോലിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാമാണ് പോസിറ്റീവായിട്ടുള്ള ശനി 2ാം ഭാവത്തിൽ നിന്നാൽ. നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകത്തില്ല 2 ശനി നിൽക്കുന്നവർ. നല്ല കടുത്ത പിശുക്കായിരിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും ഇവർക്ക്. വെൽത്ത് എൻജോയ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവില്ല. മോശമായിട്ടുള്ള വാക്കുകളും മോശമായിട്ടുള്ള രീതിയിൽ എപ്പോഴും നെഗറ്റിവിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെക്കൊണ്ട് അതിന് കഴിയില്ല, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല, എന്നെക്കൊണ്ട് അതിന് ചേരില്ല, എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളത്. വിദ്യാഭ്യാസമാണെങ്കിലും കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളായാലും 2ാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കുന്നു ഈ വിഷയങ്ങളിലെല്ലാം ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. സംസാരിക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അസറ്റ്സിനെ ആലോചിച്ചൊക്കെ എപ്പോഴും ഒരു പേടിയും ഭയവുമായിരിക്കും. ധനത്തെക്കുറിച്ച് ആലോചിച്ചൊരു പേടിയായിരിക്കും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിച്ചൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ഇവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും ഇവർക്കൊക്കെ എക്സാം പാസ്സാവുന്നത്. എന്നാലും പറയാം അത് എങ്ങനെയൊക്കെയോ അങ്ങ് പഠിച്ചു പോയതാണ്, എനിക്കറിയത്തില്ല എന്നുള്ളൊരു ഭയം. എപ്പോഴും ആ ശനി നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫിയറും ഒരു ഇൻസെക്യൂരിറ്റിയും ഇവർക്കുണ്ടാവും. ഇൻഫീരിയർ ആയിരിക്കും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് 2ാം ഭാവത്തിലെ ശനി. 2ാം ഭാവവുമായിട്ട് പറയപ്പെടുന്ന വിഷയങ്ങളിൽ അവർ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ സംസാര നിമിത്തം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 2ാം ഭാവം എന്ന് പറയുന്നത് കുടുംബജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഭാവമാണ്. അപ്പം സ്ത്രീ ജാതകത്തിൽ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അവരുടെ ദാമ്പത്യത്തിൻ്റെ ബലത്തെ കാണിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ശനി 2ാം ഭാവത്തിൽ നിൽക്കുമ്പം ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് ഇവർക്കൊരു ചേർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ 2ൽ ശനി നിൽക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ധാരാളം സമ്പത്ത് കിട്ടുന്ന കഠിന അധ്വാനം കൊണ്ട് ധാരാളം സമ്പത്തുണ്ടാവുന്ന ജോലികളുണ്ടല്ലോ. ഒരുപാട് കുഴിയെടുക്കുന്നു, വൻ ജോലികൾ, കഷ്ടപ്പാട് ഒരുപാടുള്ള കൽക്കരി ഖനികൾ, കൺസ്ട്രക്ഷൻസ്, റോഡ് പണി, വലിയ വലിയ കോൺട്രാക്റ്റ് എടുക്കുന്നത്, ഇതൊക്കെ 2ൽ ശനി നിൽക്കുമ്പോഴാണ്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഒരു പ്രശസ്തിയും ഒരറിവും ഒരു ഇതുണ്ടാകും. പക്ഷെ ഇവർക്ക് എപ്പോഴും ഒരു ഒരുപാട് അധ്വാനിച്ച് കഴിഞ്ഞ ആ ഒരു റിസൾട്ടിലേക്ക് എത്തത്തും ഉള്ളൂ. അപ്പോൾ 2ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിൽക്കുന്നത് ആദിത്യം കഴിഞ്ഞ് സോമൻ കഴിഞ്ഞു, അങ്കാരം കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു, ബൃഹസ്പതി കഴിഞ്ഞു, ശുക്രൻ കഴിഞ്ഞു, ശനി കഴിഞ്ഞു. ഇനി രാഹുവും കേതുവാണ്. രാഹു 2ാം ഭാവത്തിലും കേതു അഷ്ടമത്തിലും, അതുപോലെ തന്നെ കേതു 2ാം ഭാവത്തിലും രാഹു അഷ്ടമത്തിലും നിൽക്കുന്ന ഒരു വീഡിയോ സീരീസ്, നമ്മുടെ രാഹുകേതു സീരീസ് ഉണ്ട്, ഡെസ്റ്റിനി പ്ലാനറ്റ്സിൻ്റെ ഒരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോയിട്ട് അത് കണ്ടോളുക. അത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കണ്ടോളുക. രാഹു 2ാം ഭാവത്തിൽ, കേതു 2ാം ഭാവത്തിൽ നിന്നുള്ള ഫലത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. കണ്ടു നോക്കുക. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിന് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. 3ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.